ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി നിങ്ങളോട് സംസാരിക്കേണ്ട എന്തെങ്കിലും ഒരു ചെറിയ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിനി, ചേച്ചീൻ്റെ ഫാമിലിനെ കുറിച്ചൊന്ന് പറയുമോ അങ്ങനെ ആണ്. അപ്പോൾ ഫാമിലിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഞാൻ മാരീഡാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് രാഹുൽ. ഞങ്ങൾക്കൊരു മോളായുള്ളത്. ഇപ്പോൾ 2.5 വയസ്സായി. ഇപ്സാന്ന് പേര്. അപ്പോൾ ഞങ്ങൾ ഡൽഹിയിലാണ് താമസം. ഇപ്പോൾ ലീവിന് നാട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ നിങ്ങൾക്കും എന്തെങ്കിലും ഉപകാരമുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇത്രയും നാൾ എന്നാ പറയേണ്ടത്, ഇതിനെക്കുറിച്ചാണ് പറയേണ്ടതെന്നുള്ളൊരു ടോപ്പിക്ക് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി അതിൽ പറയാൻ എന്തെങ്കിലും ഉണ്ടാവും. എനിക്കറിയാത്തൊരു കാര്യത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ മോള് ചെറുതായിരിക്കുമ്പോൾ അനുഭവിച്ച എന്താണ് ഈ ഫസ്റ്റ് പാരൻറ്റിങ്ങിലുണ്ടായ എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ്, അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത് എന്ന് വെച്ചാൽ, പിന്നെ എൻ്റെ മോൾക്ക് ഒരു 28 ദിവസം, അതായത് നമ്മൾ 28 കെട്ട് എന്ന് പറയില്ലേ, നൂലുകെട്ടിൻ്റെ അന്ന് പിന്നെ മുതൽ എൻ്റെ മോള് ഒരു വൈകുന്നേരം ആയപ്പം ഭയങ്കര കരച്ചിലായിരുന്നു. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു 11 മണിയായ സമയത്ത്, രാത്രി 11 മണി വരെ അവൾക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല. ആൾക്കാരെല്ലാം പോയി, കുഴപ്പമൊന്നുമില്ല. നല്ല കുട്ടി, നല്ലോണം കളിക്കുകയോ ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ 11 മണിയാകുമ്പോഴേക്കും എൻ്റെ മോൾ ഉറങ്ങിയിരുന്നു. പെട്ടെന്ന് ഒരു അലാറം വെച്ച് നമ്മൾ എണീറ്റ പോലെ 11 മണിക്ക് എൻ്റെ കുട്ടി ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു 28 കെട്ടും പാല് കൊടുത്തതിൻ്റെ പിന്നെ ക്ഷീണങ്ങളും കാര്യങ്ങളെല്ലാം കൊച്ചിനുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഉറക്കും ഇതെല്ലാം രാത്രി കണക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ എന്നുവെച്ചാൽ ഇന്നത്തെ ദിവസം എല്ലാവരും കണ്ടു. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ പറയില്ല, ദൃഷ്ടിദോഷങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ആൾക്കാരെല്ലാം എടുത്തതിൻ്റെ അതിൻ്റെ ബുദ്ധിമുട്ട് കുഞ്ഞിക്കുണ്ടാവും. അതുകൊണ്ട് ഇന്ന് രാത്രി ഉറക്കമൊക്കെ കുറവായിരിക്കുന്ന റിലേറ്റീവ്സൊക്കെ പറഞ്ഞിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചു അതാണ്. പക്ഷെ അവൾ നിർത്തുന്നേ ഇല്ല. 11 മണിക്ക് കരച്ചിൽ തുടങ്ങിയ കൊച്ച് സമയം കൂടുന്നതിനനുസരിച്ച് വളരെ ഒച്ചത്തിൽ ഭയങ്കര നമുക്കെന്താ പറയില്ലേ, അത്രയും വിഷമം പേടിയാവുന്ന തരത്തിൽ അവൾ കരയാൻ തുടങ്ങി. കരഞ്ഞ് കൊച്ച് ആകെ ഫേസും ബോഡിയും ഫുള്ളും ചുമപ്പ് കളറ് വന്നു തുടങ്ങി. അത്രക്കും കരച്ചിലായിരുന്നു. എങ്ങനെ നമുക്ക് എടുത്തിട്ടോ പാടിയിട്ടോ എങ്ങനെ അവളെ സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല. പാലും കുടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്താ ചെയ്യണമെന്നറിയില്ല. നമുക്ക് ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്താ പറയുക, ഭയങ്കര കരച്ചിലായിരുന്നു. ആ കരച്ചിൽ ഏകദേശം ഒരു 3 മണി വരെ, പുലർച്ചെ 3 മണി വരെ അവളത് കണ്ടിന്യൂ ആയിട്ട് കരഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിൽ എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. എന്നാണ് കുഞ്ഞിന് എന്തെങ്കിലും വേദനയോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കരയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ചില സമയം ഒരു 5 മിനിറ്റിൽ കുഞ്ഞ് കരച്ചിൽ നിർത്തും. അപ്പോൾ അവൾ കളിക്കും, ചിരിക്കും. പിന്നെ ആദ്യം ഇതൊരു സ്വിച്ച് ഇട്ട പോലെ തുടങ്ങും. അങ്ങനെ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് രാവിലെ ആവട്ടെ എന്ന് വിചാരിച്ച് ഒരു 6 മണി വരെ നമ്മൾ കാത്തിരുന്നു. പിന്നെ 3 മണിക്ക് ശേഷം അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. 3 മണിക്ക് ശേഷം അവൾ ഇനി കരഞ്ഞ് തളർന്നിട്ട് ഉറങ്ങിയാണോ എന്നറിയില്ല. 3 മണിക്ക് ശേഷം അവൾ നന്നായി ഉറങ്ങി. പിന്നെ രാവിലെ 6 മണിയാകുമ്പോഴേക്കും നമ്മൾ ഇവളെ എടുത്ത് ഹോസ്പിറ്റലിൽ കാണിക്കുന്ന പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി. അയാളെ വീട്ടിലേക്കാണ് പോയത്, സാറിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ സാറിനോട് ഇങ്ങനെ കാര്യം പറഞ്ഞു. കുഞ്ഞിങ്ങനെ ഭയങ്കര കരച്ചിലായിരുന്നു. സാറ് എക്സാമിൻ ചെയ്തിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇന്നും കൂടി കരയുന്നുണ്ടോ ഇങ്ങനെയാണെന്ന് നോക്കൂ, അല്ലെങ്കിൽ ഒരാഴ്ച നോക്കൂ നമ്മളോട് പറഞ്ഞു. അപ്പോൾ അന്നും നമ്മൾ പിന്നെ മെഡിസിനോ കാര്യങ്ങളൊന്നും തന്നില്ല. ആൾ ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്ന്. പിന്നെ അന്ന് രാത്രിയും, അതായത് പിറ്റേ ദിവസം രാത്രിയും ഇവൾ അത്ര വരെ കുഞ്ഞ് പകൽ സമയങ്ങളിൽ നല്ല ആക്റ്റീവാണ്. അങ്ങനെ കരച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല. പാല് കുടിക്കും, കളിക്കും, ഉറങ്ങും ഒക്കെ ചെയ്യും. ഇത് രാത്രി ഇതുപോലെ ഒരു 11 മണി സമയമാകുമ്പോൾ തന്നെ അലാറം വെച്ചാണെങ്കിൽ ഇവൾ ആദ്യം കരയാൻ തുടങ്ങി. പിറ്റത്തെ ദിവസം ആദ്യത്തെ കരയാൻ തുടങ്ങി. നമുക്കിതെന്താണെന്ന് മനസ്സിലാവില്ല. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കരച്ചിൽ. കരയുമ്പോൾ കൊച്ചിങ്ങനെ എല്ലാം ചുമന്ന് വരും.
ചില സമയങ്ങളിൽ ഇങ്ങനെ കരയുമ്പോൾ ഇങ്ങനെ ചുരുണ്ട് ഒരു ബോൾ പോലെ ആവും കുഞ്ഞ്. നമുക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ടാകുമ്പം അന്ന് വന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു, നിങ്ങൾ വൈകുന്നേരം ഒന്ന് വാ, ഞാൻ പറഞ്ഞു തരാം, എന്നാന്ന് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ വിളിച്ചപ്പോൾ സാർ അങ്ങനെ പറഞ്ഞു, വൈകുന്നേരം എൻ്റെ ക്ലിനിക്കിലേക്ക് വാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഇവളെയും കൊണ്ട് ക്ലിനിക്കിലേക്ക് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ചില കുട്ടികളിൽ ഉണ്ടാവുന്ന ഇതാണ്, ഒരുതരം വയറുവേദനയാണ്, ഇതിനെ കോളിക് പെയിൻ എന്ന് പറയുമെന്ന് പറഞ്ഞു. അതും 100 കുട്ടികളിൽ ഒരു കുട്ടിയൊക്കെ ഉണ്ടാവും. ഇത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത വയറുവേദനയാണ് ആ സമയത്ത് ഉണ്ടാവല്. അപ്പോൾ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ കരയുന്നത്, ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്നത്, എന്തെങ്കിലും വേദന പറ്റിയ പോലെയുള്ള കരച്ചിൽ. അതുകൊണ്ടാണ്, പേടിക്കാനൊന്നുമില്ല, വേറെ ഇവക്ക് കുഴപ്പമൊന്നുമില്ല, വേറെ ഹെൽത്തൊക്കെ ഓക്കെയാണ്. അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് മെഡിസിനും കാര്യങ്ങളൊന്നുമില്ല. ഈ വേദനയ്ക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മരുന്ന് മാത്രം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതും അത്രയും ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കണ്ടൂ, ഇല്ലെങ്കിൽ കൊടുക്കണ്ടെന്നും പറഞ്ഞു. വേറെ മരുന്നുകളൊന്നും നമുക്ക് തന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ആ മരുന്ന് വാങ്ങി വന്നു. ഇത് എൻ്റെ കുഞ്ഞ് ഇത് ഒരു ദിവസം പോലും ഇടവിടാണ്ട് ഇവളിങ്ങനെ അലാറം വെച്ച കണക്കെ ഫുൾ രാത്രി ഇങ്ങനെ കരച്ചിലാണ്. ഏകദേശം ഇവളെ കരച്ചിൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുമായിരുന്നു. അന്നേരം അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് അതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാമായിരുന്നു. ഫസ്റ്റ് പാരൻറ്റിങ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ പ്രസവിക്കുന്നതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടാണ് ഈ പാരൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ കുറേ ബുദ്ധിമുട്ട്, കാരണം കുഞ്ഞിനെ എങ്ങനെയും നമുക്ക് സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല, അവളെ കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മ എന്ന നിലയിൽ എന്താ പറയുക, വളരെ ബുദ്ധിമുട്ടാണ്. അന്നേരം ഇത് ഇവക്ക് ഏകദേശം ഒരു 6 മാസം, എൻ്റെ മോൾക്ക് ഒരു 6 മാസം ആകുന്നത് വരെ ഇവക്ക് ഈ കോളിക് പെയിൻ ഉണ്ടായിന്. ഒരു തരം വയറുവേദനയാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ കുഞ്ഞു കുട്ടികളാണ്. അപ്പോൾ അവർ വയറ് അത്ര വളർച്ച എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ വയറിൽ വേണ്ട ബാക്ടീരിയാസ് എല്ലാം കുറവായിരിക്കും. അതാണ് ഇതിൻ്റെ കാരണം. പിന്നെ നമ്മൾ കുഞ്ഞു പാലല്ലേ കുടിക്കുന്നില്ലോ. അപ്പോൾ പാലിൽ ഉണ്ടാകുന്ന ഈ ലാക്ടോസിൻ്റെയും അതിൻ്റെയും ഇതുകൊണ്ട് അത് ഡൈജസ്റ്റ് ആവാനുള്ള ബുദ്ധിമുട്ടില്ലതുകൊണ്ടാണ് ഈ കോളിക് പെയിൻ ഉണ്ടാവുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കുന്ന ഫുഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് പറഞ്ഞ് എൻ്റെ ഫുഡ് നല്ലോണം കൺട്രോൾ ചെയ്യണം, ഡയറ്റ് ചെയ്യണം, പിന്നെ അമ്മ എന്തെങ്കിലും പച്ചമരുന്നുകൾ, നമ്മൾ ഈ പ്രസവിച്ച് കഴിഞ്ഞാൽ കഷായം, ലേഹ്യം അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ ഉപയോഗിക്കില്ല. അപ്പോൾ അതെല്ലാം എന്നോട് ഒഴിവാക്കാൻ പറഞ്ഞിരുന്നു. ഞാനങ്ങനെ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് കഷായമോ മരുന്നോ ലേഹ്യങ്ങളോ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ അറിവിൽ എന്ന് വെച്ചാൽ ഞാൻ എത്ര ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും എൻ്റെ മോൾക്ക് വയറുവേദന പോയിട്ടുമില്ല. അവൾ എല്ലാ ദിവസവും കരയായിരുന്നു. 3 മണിക്കൂറല്ല എൻ്റെ മോൾ ഇങ്ങനെ കരയായിരുന്നു. അപ്പോൾ അവളിങ്ങനെ കരഞ്ഞ് മുഖാകെ റെഡിഷാവും, ബോഡിയെല്ലാം ഇങ്ങനെ ചുരുണ്ട് ബോൾ പോലെ വരും. പക്ഷെ ആ 3-4 മണിക്കൂർ കഴിഞ്ഞാൽ അവൾ ഓക്കെയാണ്. പക്ഷെ ആ 3-4 മണിക്കൂർ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പിടുത്തമില്ല. വീട്ടിൽ അമ്മമാർക്ക് മാത്രമല്ല, വീട്ടിലുണ്ടാവുന്ന എൻ്റെ അമ്മയ്ക്കും അച്ഛനും അവളെ കുഞ്ഞിൻ്റെ അച്ഛനും എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമാണ്. ഇവളെ എങ്ങനെ ആശ്വസിപ്പിക്കും, ഇവളെ എങ്ങനെ കാമാക്കുന്നു നമുക്കൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞ സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ആ സമയത്ത് കുഞ്ഞിങ്ങനെ കരയുന്ന സമയത്ത് ഒന്നുകിൽ അവളെ ഒരു പാട്ട് കേൾപ്പിക്കുക, അല്ലെങ്കിൽ അവളെയും കൊണ്ട് പുറത്ത് റൈഡിന് പോവുക, വണ്ടിയിലെങ്ങാനും പോവുക. അങ്ങനെ അവളെ മൈൻഡ് അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ കുറേ ബുദ്ധിമുട്ടി. നമ്മൾ 6 മാസം നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ഒരു കോളിക് പെയിനെ കൊണ്ട്. ചെയ്ത് വെച്ചാൽ ഇങ്ങനെ വേദനയ്ക്കുള്ള മെഡിസിൻ ഇങ്ങനെ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുക, അലോപ്പതി കൊടുക്കാൻ കഴിയില്ല വിചാരിച്ച് നമ്മളൊരു 3-4 മാസമായ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ ഒരു ആയുർവേദ ഡോക്ടറുണ്ട്. അയാൾ കുട്ടികളുടെ ഡോക്ടറും കൂടിയാണ്. പിന്നെ അപ്പോൾ അയാൾ സാറിനെ കാണിച്ചിട്ടാകുമ്പോൾ സാറ് ഒരു മരുന്ന് തന്നു, ഒരു ബൊന്നീസ്പാസ് പറഞ്ഞൊരു മരുന്ന് തന്നു. അപ്പോൾ അത് ആയുർവേദം ആയതുകൊണ്ട് തന്നെ ഇനി സൈഡ് ഇഫക്ട്സ് ഒന്നുമില്ല. പാല് കൊടുക്കുന്നതിന് മുന്നേ ഒരു ദിവസം 4 തവണ ആ മരുന്ന് കൊടുക്കാൻ നിങ്ങൾക്ക് 2 ഡ്രോപ്പായിട്ട് കൊടുക്കുക. അതിലങ്ങനെ സൈഡ് ഇഫക്ട്സ് ഒന്നുമില്ല, കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ കൊടുത്തുകൊണ്ടുണ്ടായി. പിന്നെ എന്താ പറയുക, അപ്പോൾ ഞാൻ എൻ്റെ ഫുഡിൽ നല്ലോണം കൺട്രോൾ വരുത്തിയിട്ടുണ്ട്. ഞാൻ ഒരു പച്ചമരുന്നോ കാര്യങ്ങളോ അങ്ങനെ ഗ്യാസ് അധികം വരുന്ന ഒരു ഫുഡും ഞാൻ കഴിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ എന്ന് വെച്ചാൽ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേറെ കൊച്ചിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇങ്ങനെ കരയുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ കുഞ്ഞ് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കരയുന്നത് ഒരു ആഴ്ചയോളം ഇങ്ങനെ തുടരുന്നുണ്ടെങ്കിൽ
അതായത് അതൊരു 3-4 മാസം വരെ നീളുന്നുണ്ടെങ്കിൽ ഇത് കോളിക് പെയിൻ തന്നെയാണ്. പിന്നെ കരയുന്ന സമയത്ത് കുഞ്ഞിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് ഓർക്കണം. അതായത് കുഞ്ഞ് മൂത്രമൊഴിക്കുമ്പോൾ കരച്ചിലൊന്നും ഇല്ലയെന്ന് കരയുന്നൊന്നും ഇല്ലയെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ കുഞ്ഞ് ഇങ്ങനെ കരയുന്ന സമയത്ത് വയറ് നല്ലോണം വീർക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഈ വയറ്റിൽ നിന്ന് പോകുന്നത്, അതായത് കുഞ്ഞിൻ്റെ മോഷനിൽ ബ്ലഡ് സ്റ്റെയിനൊന്നും ഇല്ലയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ ഇങ്ങനെ ഈ കരയുന്ന സമയത്ത് കുഞ്ഞിൻ്റെ പതപ്പ് എന്ന് പറയൂലേ, അതിന് വലിയ പതപ്പ് ഇങ്ങനെ വീങ്ങുന്നുണ്ടോ അങ്ങനെയൊന്നും ഇല്ലയെന്നില്ല ശ്രദ്ധിക്കണം. പിന്നെ ഈ കരയുമ്പോൾ കുട്ടി അമിതമായി ഛർദ്ദിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ലെങ്കിൽ ഈ കോളിക് പെയിൻ നോർമലാണ്. അപ്പോൾ കോളിക് പെയിൻ തന്നെയാണ് നമുക്ക് ഇതാക്കാം. ഈ കോളിക് പെയിൻ അത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നല്ല കൊച്ചിന്, പക്ഷേ നമുക്ക് ആ സമയത്ത് അവർ ഹാൻഡിൽ ചെയ്യുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടില്ലാന്ന് ഞാനൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് തന്നെ എന്നെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിന് എനിക്ക്. കാരണം എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഇങ്ങനെ സമാധാനിപ്പിക്കേണ്ടതെന്ന് അറിയില്ല. ഒരു അമ്മ എന്ന നിലയിൽ ഞാനൊരു പരാജയമായി പോകുമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഇവളെ കരച്ചിലായിട്ട് രാത്രി 12 മണിക്കെല്ലാം എൻ്റെ അയൽവക്കത്തിലവർ ഓടി വന്നിട്ടുണ്ട്, കുഞ്ഞെന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നമുക്കൊരമ്മ എന്ന നിലയിൽ എനിക്ക് അവളെ സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് ഓർക്കുമ്പോൾ അതെല്ലാം ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഇങ്ങനെയുള്ള ഇതാണ്, വേറെ കുഞ്ഞിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ സമയം 3-4 മണിക്കൂർ വരെ ഈ കരച്ചിലുള്ളൂ. പിന്നെ കുഞ്ഞ് ആക്റ്റീവാണ്, കുഞ്ഞ് പാൽ കുടിക്കുന്നുണ്ട്, കുഞ്ഞ് കളിക്കുന്നുണ്ട് എന്നെല്ലാം നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. ഇത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ പാരൻറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയ കാര്യമാണ് ഈ കോളിക് പെയിനെ കൊണ്ട് ഞാൻ നന്നായി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നെ 6 മാസമാകുമ്പോൾ അത് തനിയെ തന്നെ അവൾ മാറിപ്പോയി. 6 മാസം തന്നെയാണ് ഡോക്ടേഴ്സ് ഇതിനൊരു കാലാവധി പറയുന്നത്. 6 മാസം വരെ കൊച്ചുങ്ങളിലുണ്ടാവും. പിന്നെ അവർ ബ്രസ്റ്റ് ഫീഡ് അല്ലാണ്ട് വേറെ ഫുഡ് കഴിക്കുമ്പം അത് മാറുമെന്നാണ് പറയുന്നുണ്ടായിന്. എൻ്റെ മോൾക്ക് 6 മാസം വരെ ഉണ്ടായിന്, പിന്നെ അത് ശരിയായിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറിച്ച് പറയണ്ടേ, അപ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ഇപ്പോൾ സംസാരിക്കാമെന്ന് വെച്ചിട്ട് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ പാരൻറ്റിങ് എന്ന് പറയുന്നത് വളരെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് ലൈഫിൽ. നമ്മൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടേണ്ടി വരും. അതുകൊണ്ട് എന്തെങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എന്നും ഷെയർ ചെയ്യാം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടില്ല. നമ്മൾ പറയില്ലേ 1000-ൽ ഒരാൾക്ക് ഇത് സംഭവിക്കുമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. അത്രയും കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നീട് മെല്ലെ മെല്ലെ പറയാമെന്ന് വെച്ചാൽ. പിന്നെ ഇനിയും കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അതിൻ്റേതായ തെറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ എല്ലാം എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.